കണ്ട കുളിയിൽ വണ്ണം കണ്ട നമ്മുടെ കൈ വയ്ക്കുമ്പോൾ മനസ്സിലാവാ. വണ്ടി അവിടെ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ചവറിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി. അയ്യോ ഷായുടെ അതിൻ്റെ ഉള്ളിൽ പോയി. ഉണങ്ങി കിടക്കുന്ന കാരണം ബക്കറ്റ് നിറച്ചതിന് വെയിറ്റ് ഉണ്ടാവില്ല ചേട്ടാ. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ഇതൊരു ആർഭാടമായിട്ടൊന്നും തോന്നരുത്. കാരണം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവരില്ലെങ്കിൽ ഞങ്ങളില്ല. അടച്ചിട്ടായിട്ട് ഞാൻ കെട്ടണത്. അതിൽ തുറന്ന വെച്ചാൽ പാമ്പ് എന്ന് പറഞ്ഞ വേഗം അടച്ചു. അപ്പം ചേച്ചി ആവശ്യത്തിന് എടുത്തിട്ടേ ചേച്ചി കൊണ്ടുപോയിക്കോട്ടാ. ശരി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വയോട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ ഈ പറമ്പിലേക്ക് പോകുന്നു കേട്ടാ. പണിസ്ഥലത്ത് ചേച്ചിക്ക് ഒരു കൊള്ളി പറിച്ചു കൊടുക്കാൻ പറഞ്ഞു. വേഗം കൊള്ളി കണ്ടു. അയ്യോ ഞാൻ എൻ്റെ തല വെട്ടില്ല, അത് മറന്നു. വലിക്കാൻ നോക്കുക. ഓക്കെ കണ്ട കൊള്ളിയിൽ വണ്ണം കണ്ട നമ്മുടെ കൈ വയ്ക്കുമ്പോൾ മനസ്സിലാവാ. 3 കൊള്ളി ഉണ്ട്, 2 കൊള്ളി നല്ല വണ്ണുള്ളതാ. അപ്പം ഇത് മതി ഇവർക്ക്. നമ്മുടെ ഒരു തക്കാളി പഴുത്തേക്കുണ്ട്. ആ ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്യാം. ഓ എന്തൊരു ഭംഗിയ കളറ് കണ്ടോ. ഭംഗിയാണ് കളറിൻ്റെ ഭംഗി നോക്കിയേ. ഇവിടെ തക്കാളി തൊട്ട് കൊടുത്തപ്പോഴേ നമ്മൾ കയറൊന്നും കെട്ടി കൊടുത്തില്ല. അപ്പം എല്ലാവരും താഴെ വീട് കിടന്നിട്ടുണ്ടാവണേ. നമ്മൾ ഇങ്ങോട്ട് കടന്ന് ആ കടമയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓരോ കൊലയമ്മന് 5-6 ഇതുണ്ട്. നമ്മുടെ ഇങ്ങോട്ട് കടന്ന് വരുന്ന ഈ ഒരു ചില്ലേമ്മ നോക്കി നമ്മുടെ ഈ പറമ്പിലേക്ക് കടന്ന് വരുന്നോടത്തായിട്ട് നിൽക്കണേ. നമ്മുടെ ഈ തക്കാളി കാണുമ്പോഴേ തിന്നാൻ തോന്നാ. നോക്കട്ടെ, നല്ല ടേസ്റ്റ്. അങ്ങനെ ഉള്ളും കണ്ട കടിക്കുമ്പോൾ കളറ് നല്ല മധുരം. ചേച്ചി ചേച്ചി ഞാൻ നേരം വീട്ടിൽ പറിച്ചു തരാനായിട്ട്. നമ്മുടെ തക്കാളി കണ്ടു കിട്ടിയപ്പോളേ മതിയില്ലേ ചേച്ചിയാ. അപ്പൊ ചേച്ചി ആവശ്യത്തിന് എടുത്തിട്ടേ ചേച്ചി കൊണ്ടുപോയിക്കോട്ടാ. ശരി. തക്കാളി തിന്ന് കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇറയത്താട്ടെ ഈ പാമ്പ് കണ്ടത്. എന്ത് പാമ്പത്? അയ്യോ ഷായുടെ അതിൻ്റെ ഉള്ളിൽ പോയി. ഷായുടെ ഇതിന്റെ ഉള്ളിൽ പോയി. ഇപ്പൊ എന്നിട്ട് ചെയ്യാ? അവിടെ ചെറിയതായിട്ട് ഗ്ലാസ് പൊട്ടിയതുണ്ടേ. ഒരു ഗ്ലാസ് പൊട്ടിണ്ട്. അത് മാറ്റണം എന്ന് വെച്ചിരിക്കുന്നു. നമ്മുടെ ഗിരി ചേച്ചി ആട്ടാ കണ്ടത്. ഗിരി ചേച്ചി ഞങ്ങളിന്ന് പാല് പഠിക്കാനായിട്ട് നേരം വയ്ക്കാം. ചേച്ചി പാല് കൊണ്ടുവന്നല്ലേ. ചേച്ചി വന്ന കാരണമാണ് ഇന്ന് കണ്ടത്.
അപ്പം നമ്മുടെ പാമ്പിനെ കണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ചെരുപ്പൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പൊട്ടിയിട്ട് ഓട്ടയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പാമ്പ് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതിട്ടാ. ഇനിയിപ്പോൾ അത് ശരിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് പാമ്പിനെ കാട്ടി തന്ന ചേട്ടനെ ഞാൻ കാട്ടി തരാം കേട്ടോ. നമ്മുടെ പണിയാൻ വന്നിട്ടുള്ള ചേട്ടൻ തന്നെയാണ്. അപ്പം അങ്ങോട്ട് പോവാം നമുക്ക്. ചേട്ടൻ കാരണം നമുക്ക് പാമ്പിനെ കാണാൻ പറ്റിയത് ഞാൻ വെച്ച് വരുന്ന വണ്ടി അവിടെ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ചവറിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ ഓടി നമ്മുടെ അകത്തിരിക്കുകയായിരുന്നു. ചാമ്പരടിയിൽ ഞാൻ കാലത്ത് നിന്ന് അടിച്ച് വാരി ചവർ കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരുന്നു എത്ര പാമ്പ്. അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴാവണം പാമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നത്. ആ സമയത്താണ് നമ്മുടെ ഗിരി ചേച്ചി പാലും കൊണ്ടുവന്നത്. ഞങ്ങളിന്ന് പാൽ അടിക്കാൻ പോകാൻ മറന്നിട്ടുണ്ടായിരുന്നു. അകത്തിരിക്കുകയാണ് പാമ്പ്, ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ മോൻ വാതിൽ തുറന്ന വെച്ചാൽ പാമ്പ് എന്ന് പറഞ്ഞാൽ വേഗം കറച്ചു കയറിയാണ്. അപ്പൊ ഇന്ന് ചേട്ടൻ കാരണം നമുക്കിത് പാമ്പിനെ കാണാൻ പറ്റി. അല്ലെങ്കിൽ ആ പാമ്പ് എന്തായാലും നമ്മുടെ അകത്തേക്ക് കയറി കൂടി തന്നെ. അതാണെങ്കിലോ വണ്ണം കുറവും ഭയങ്കര നീളം, അങ്ങനത്തെ ഒരു പാമ്പ്. ഈ അടുത്തും കൂടി നമ്മുടെ ഗ്രില്ല് പണിതില്ലേ സനു, അവളുള്ള സമയത്താണ് ഒരു പാമ്പ് ഓടിക്കേറി കോഴിക്കുട്ടിയെ കയറി. അപ്പൊ കോഴികളൊന്നും അനങ്ങണില്ല ചേട്ടാ. അപ്പൊ അവന്റെ കൂടെയുള്ള ആള് പറയണേ പാമ്പൊന്നും കയറിയിട്ടില്ല, നിനക്ക് തോന്നിയതായിരിക്കും, കാരണം കോഴികളൊന്നും ബഹളം വെക്കണമൊന്നുമില്ലല്ലോ. അപ്പൊ അല്ല ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമ്മളത് അറിയണില്ല ചേട്ടാ. പക്ഷെ ഇവര് നോക്കിയപ്പോഴേ കോഴി മുട്ടയിട്ടിട്ട് ഇരിക്കാനായിട്ട് ഒരു കൊട്ട പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പാമ്പ്. അങ്ങനെ അന്ന് ഓടിപ്പിച്ച് അവര് കളഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടനോട് ഇന്നാള് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മാത്രം പാമ്പിനെ കാണാൻ ഭാഗ്യമില്ല ഇന്ന് കണ്ടുകൂട്ടി. അപ്പൊ അങ്ങനെ ഇന്ന് ചേട്ടൻ കാരണം നമ്മള് രക്ഷപ്പെട്ടു. അറിയില്ല. ആ ശരി, ഞാൻ സെറ്റിന്റെ അടിയിലൊന്നും പോയി കിടന്ന കാണില്ല. താഴ്ചയല്ല ഇപ്പൊ പണ്ടത്തെ. ചേച്ചി പേടിച്ചു, ചേച്ചി പാലും കൊണ്ട് വന്നേ പാമ്പ് ചേച്ചി ഗിരി ചേച്ചി ഞാൻ ഗിരി ചേച്ചി കണ്ടെന്ന് വിചാരിച്ച. പിന്നെ ഗിരി ചേച്ചി പറഞ്ഞല്ല ചേട്ടനെ കണ്ടേന്ന്, പാമ്പിനെ പേടിയാന്നല്ല. പാമ്പിന് നമുക്ക് പേടി തന്നെയാണ്. നമ്മള് പാമ്പിനല്ലേ പൂവം. പോണ്ട് നമ്മളിങ്ങനെ നാട്ടിൽ പോയി എന്ന് പറയുമ്പോ പാട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ തോട്ടിൽ വെള്ളം കയറില്ലേ, അപ്പോഴാണ് പാമ്പിന്റെ ശല്യം കൂടുതൽ വരിക. പിന്നെ നമ്മൾ ഈ നനയ്ക്കണ കാരണം വേനൽക്കാലത്ത് ഇവർക്ക് ചൂട് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ അപ്പൊ ഈ നനവ് നോക്കും. അങ്ങനെ രണ്ട് സമയത്ത് നമുക്കിവിടെ പാമ്പുണ്ട്. മൂർക്കനൊന്നും പെട്ടെന്ന് ഓടി പോയില്ല, അത് മെക്കട്ടിക്ക് വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. കുറച്ച് വെള്ളച്ചൂന് മുളക് ഉപ്പിലിടാനായിട്ട്. ഒപ്പം ഞാനിതിൽ പഴുത്ത് നിൽക്കുന്ന മുളക് കൂടി പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ പഴുക്കാത്ത മുളക് മാത്രമായിട്ട് നമ്മൾ ഉപ്പിലിടാൻ ഉപയോഗിക്കുള്ളൂ, അധികം വേണ്ട. നമ്മളെ അരിനെല്ലി ഇന്നലെ ഷായിട്ട് മേടിച്ചു കൊടുത്തിട്ട് ഞാനത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴുത്തതും പച്ചയൊക്കെയായിട്ട് നമ്മൾ ഇത്രയും പൊട്ടിച്ചു. ഇതിലത്തെ പച്ച മാത്രമായിട്ടാണ് നമ്മൾ ഉപ്പിലിടാൻ ഉപയോഗിക്കുള്ളൂ. അപ്പം നമ്മുടെ കഴിഞ്ഞ വട്ടത്ത് നമ്മുടെ ലൂബിക്ക് ഉപ്പിലിട്ടത് ഇതാ നോക്കിയേ കണ്ടോ, കാലിയായി. അതായത് മക്കൾ ഇവിടെ വന്നപ്പോഴാട്ടാ. മൂത്ത ആൾക്ക് ആര്യമോനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇതിൽ ലൂബിക്കില്ല. അതുപോലെ പച്ചമുളക് ഇതാ കുറച്ചുള്ളൂ. പക്ഷേ ഈ ഒരു പച്ചമുളകും നമ്മുടെ ഈ ഉപ്പ് വെള്ളം മതിയിട്ട് ചോറിന് ഭയങ്കര രസമാണ്. ഇപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ട് പച്ചമുളകൊക്കെ തിന്നുമ്പോഴില്ലേ ഭയങ്കര രസമാണ്. എരിവൊക്കെ ഉണ്ടായിട്ട് നല്ല എരിവുണ്ട്. പക്ഷേ ചോറിലേക്കായാലും കഞ്ഞിക്കൊക്കെ ആയാലും ഒരു മുളക് ഭയങ്കര ടേസ്റ്റ്. അതുപോലെ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗമായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിനെല്ലി മേടിച്ചു കൊടുക്കും. ഇതാ അരിനെല്ലി. അപ്പം ഞാൻ അരിനെല്ലി മേടിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. അരിനെല്ലി നട്ടു കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതിങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പെട്ടുപോയി, അതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അരിനെല്ലിയിൽ കുറച്ച് പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് കൊണ്ടുണ്ടെങ്കിൽ അടുപ്പത്ത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മുളക് പൊട്ടിക്കാൻ പോണേക്കാളും മുന്നേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, പഴുത്ത മുളക് ഇടില്ല കേട്ടോ, നല്ല പച്ചമുളക് നോക്കിയിട്ട് നമ്മളിതിലേക്ക് ഇടാണ്. കാരണം തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിലൊന്ന് ഇട്ടിട്ട്
എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ലൂബിക്കയുടെ വെള്ളം കാട്ടി തന്നില്ലേ, ഒരു പാട കെട്ടി ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇത്ര ദിവസം ഉപയോഗിച്ചിട്ടും. അപ്പോൾ അതായത് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലാണ് എന്ത് സാധനം ആദ്യം ഇട്ടെടുക്കുക. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീട്ടിൽ അതിന് മുന്നത്തെ വീട്ടിലാണാവോ ഉപ്പിലിടേണ്ടത്. അപ്പോൾ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അതിലിടുന്ന കയ്യിലുണ്ടല്ലോ അത് വെള്ളം നനവില്ലാത്തത് ഇട്ടാൽ മതി. ഒരു എന്താ പറയുക പാടകെട്ടെ ഒരു ഫംഗസ് അങ്ങനത്തെ ഒന്നും വരില്ല കേട്ടാ. ഇതിപ്പോൾ ഞാൻ ഈ തിളച്ച വെള്ളത്തിൽ ഈ പച്ചമുളക് ഇട്ടിട്ട് അതിൽ നിന്ന് അപ്പം തന്നെ വാരിയെടുക്കും. എന്നിട്ട് നമ്മൾ ലോബിക്കയിൽ ഞാൻ ഓട്ട കുത്താതെയാണ് ഇട്ടത്. പക്ഷെ ഇതിപ്പോൾ മോന് പോകാനായിട്ട് ദിവസം ആയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ചമുളക് ഞാൻ ചെറുതായിട്ട് ഒരു ഓട്ട കുത്തിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒരു ചെറുതായിട്ട് എരിവയ്ക്കും പിടിക്കുമല്ലോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിനെല്ലിയിൽ പെട്ടെന്ന് എരി പിടിക്കും. അപ്പോൾ കുറേ മുളകൊന്നും ഇടുന്നില്ല ഞാൻ, കുട്ടികൾക്ക് എടുത്ത് കഴിക്കണതാണ് അവർ. ലൂബിക്കൽ അങ്ങനെയല്ല, അത്രയ്ക്ക് അങ്ങോട്ട് വേഗം ലൂബിക്കുമ്പോൾ പിടിക്കില്ല. ആ മുളകുമ്മ ആയിരിക്കും കൂടുതലും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവുക. ലൂബിക്കുമ്പോൾ സാധാരണ ചെറിയൊരു എരി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇതേപോലെ തുമ്പ് കൊടുത്തിട്ടുള്ള ഒരു പപ്പടക്കോലോ അതല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഇത്തിരി കനുള്ള സൂചിയുടെ മോനയുള്ളതായാലും മതി കേട്ടോ. അങ്ങനെ വെറുതെ 2-3 ഓട്ട നമ്മുടെ പച്ചമുളക് കുത്തി കൊടുക്കും. കണ്ടോ ഇതേപോലെ. ഇതേപോലെ ഓട്ട കുത്തിയിട്ട് നേരെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഉപ്പിലിട്ട വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതെങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എന്ത് സാധനം വെള്ളത്തിലിടുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ വിരൽ വെച്ച കൈ പൊള്ളരുത്. അങ്ങനെ വെള്ളം ചൂട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചൊറുക്കിയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചൊറുക്കിയൊക്കെ ഒഴിച്ചാൽ മതി. അതൊക്കെ വിനാഗിരി എന്തായാലും 1 ടീസ്പൂണേലും ഒഴിക്കണം. നേരെ ഇളം ചൂടിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് സാധനം അതിലേക്ക് ഉപ്പിലിട്ട് വെച്ചാലും ഒരു കേടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിതാ പച്ചമുളക് നമ്മൾ ഓട്ടോ കുത്തി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ പുറത്തെ ഓരോ വിശേഷങ്ങളിലേക്ക് പോവാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാട്ടാ, അതായത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ പറമ്പിലെ കുറച്ച് ഭാഗം അവർക്ക് വേണ്ടി ശരിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു ആർഭാടമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു ആർഭാടമല്ല. കാരണം എന്താണെന്നറിയോ, നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടായിരുന്നത്. ആ കോഴിക്കോടിൻ്റെ ഒരു ഭാഗം നമ്മൾ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് 10 പേരുണ്ടല്ലോ, 10 പേരിൽ 7 പേരാണ് ഒരുമിച്ച്, പിന്നെ 3 പേര് പുറത്തേക്ക് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് 7 പേർക്ക് അത്യാവശ്യം എടുക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ കോഴിക്കോട് ഒരു ഭാഗം എടുത്ത് നോക്കുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈല് വിരിച്ച് നോക്കുന്നത് എന്താണെങ്കിലേ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം കയറും. 2018 നമുക്ക് വെള്ളം കയറിയ സമയത്ത് നമ്മുടെ മുട്ടിന് മുകളിലേക്ക് ആയിരുന്നു വെള്ളം നിന്നിരുന്നത്. അത്രയും വെള്ളം പൊങ്ങി. അന്ന് കുറേ കോഴികളൊക്കെ നമുക്ക് ചത്തു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ വർക്കേരിയ ആയാലും താഴ്ന്നു കിടക്കുന്നിടത്ത് 2-3 ദിവസം വെള്ളം നിന്ന സ്ഥലമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഹൈറ്റ് കൂട്ടി, അതേപോലെ കോഴിക്കോടും നമ്മുടെ വീടിൻ്റെ തറയുടെ ഒപ്പത്തിന് ഹൈറ്റൊക്കെ കൂട്ടി അങ്ങനെ നമ്മൾ അന്ന് അങ്ങനെ പണിതു. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഈ ടൈലിട്ടു ഇങ്ങനെ അവർ നടക്കുന്ന വഴിയിൽ പോലും ടൈലിട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരുവിധ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ നമുക്ക് പറയാമല്ലോ, നമുക്ക് പച്ചക്കറികളൊന്നും വെക്കാനൊന്നും പറ്റില്ല, മണ്ണൊക്കെ ഇങ്ങനെ ഉറു പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നടക്കാനുള്ള കുറച്ച് ഭാഗം നമ്മളിങ്ങനെ ടൈലൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മൾ അപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ തന്നെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇത് ആർഭാടമല്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണെങ്കിൽ നന്നായി കുളിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ചെറിയൊരു ഇതിലാണ് അവർ കുളിച്ചിരുന്നത്. അപ്പോൾ ഒരു ടാങ്ക് പോലെ പണിതു. അപ്പോൾ കുളിച്ച് അതിന് നേരെ ഇറങ്ങുമ്പോൾ അപ്പോഴും ചളിയാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ടൈലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് എപ്പോഴും ഇടപഴകുന്നവരാണ്. അപ്പോൾ അവരും അത്രയും വൃത്തിയിലൊക്കെ നിന്നാലല്ലേ നമുക്കായാലും ഏത് സമയത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലാനൊക്കെ പറ്റുള്ളൂ. കാരണം ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 7 കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെയാണ് അതേ ഒരു സ്വഭാവം പോലെയാണ് ഇവരെ അടുത്ത്. കാരണം ഇവർ ഇത്രയും പേരുണ്ടെങ്കിലും ഒരു വഴക്കോ ബഹളോ ഒന്നുമില്ല. ഇടയ്ക്കൊക്കെയും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വികൃതികൾ കാണിക്കുന്നല്ലാതെ വേറെ വഴക്കുകളൊന്നും ഇല്ല. അപ്പോൾ അവരുടെ അതേപോലത്തെ ഒരു സ്വഭാവമാണ് നമ്മളിവിടെ ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് അതിൻ്റേതായ ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുത്താൽ അവർ ഇത്തിരി കൂടി നല്ല സൈലൻറ്റ് കുട്ടികളായിട്ട് ഇങ്ങനെ വളരും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവർക്ക് കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ. ഒരു ഭഗവാൻ സഹായിച്ച് അങ്ങനെ ചെയ്തു കൊടുക്കാനുള്ളൊരു
സൗകര്യം നമുക്ക് ഉള്ളത് കൊണ്ട് മാത്രം നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇവരില്ലാണ്ട് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലായി ഞങ്ങൾ കേട്ടോ. അത്രയും ഞങ്ങൾക്ക് അവർ വേണം ഇപ്പോൾ. അങ്ങനെയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പേളി വന്നത് നമ്മുടെ അടുത്ത് വന്നതും പേളി പ്രഗ്നൻ്റ് ആയതും ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒക്കെ ഒരു ദൈവനിശ്ചയാവണം ഇവരിവിടെ ഉണ്ടാവണം എന്നുള്ളതും. പിന്നെ ഞാൻ പറഞ്ഞു പേളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അടുപ്പാണ്. അവള് പ്രസവിക്കുന്ന ആ ടൈമിലും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന്. അതായത് പേളി പ്രസവിക്കാൻ കണ്ടെത്തിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് അവൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു അവൾ പ്രസവിക്കാൻ കണ്ടെത്തിയത്. പ്രസവത്തിൻ്റെ തലേ ദിവസം എന്നെ ഇവിടെ മൂന്നാമത്തെ ചേട്ടൻ്റെ മകൻ വിളിച്ചിട്ട് പറയാണ്, മേമരെ ഇടയ്ക്ക് പേളി വന്നിട്ടുണ്ടെന്ന്. രാത്രിയിൽ ഓടി വന്നിരിക്കുകയാണ് ഒരു 10 മണി നേരത്തേക്ക്. അപ്പം ഞാൻ വാല് തുറന്നപ്പോൾ അവളെ എന്നെ പിന്നാലെ കൊണ്ടുപോയിട്ട് വീണ്ടും അവളെ പ്രസവിക്കാൻ വിചാരിച്ച ആ ഗുഹപ്പ് അവളുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. കുറേ വിറകൊക്കെ അടക്കി വെച്ചതിൻ്റെ ഉള്ളിൽ. അന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഞാൻ പേളിയോട് പറയുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ പ്രസവിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പേളിക്കുട്ടിയെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ പിറ്റേ ദിവസം അവൾ പ്രസവിച്ചതാണെങ്കിലോ നമ്മുടെ പണിസ്ഥലത്തിൻ്റെ തൊട്ടായിട്ട് കുറച്ച് മണലൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു പണിയുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത്. ആ മണലിലാണ് അവൾ പ്രസവിച്ച് കിടന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പ്രസവിച്ച് കിട്ടിയ പോലെയാണ് അന്ന് എനിക്ക് കുട്ടികളെ. അന്ന് തൊട്ട് ഇന്ന് വരെയും ശരിക്കും ഒരിക്കലും നമ്മൾ ഇവരെ ഒരു പട്ടിയായിട്ടോ നായായിട്ടോ കണ്ടിട്ടില്ല. കുട്ടികളായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് അവരെ കുട്ടിപ്പട്ടാളെന്നല്ലാതെ വേറൊരു എന്താ പറയുക നായാന്നോ പട്ടിയെന്നോ വിളിക്കാൻ എനിക്ക് പറ്റേയില്ല. കാരണം നമുക്ക് പറ്റൂല. ആരെങ്കിലും ഇവരെ വിളിക്കുന്നത് നമുക്കത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുണ്ട്. നമ്മളത് ഓപ്പണായിട്ട് പറയാറുമുണ്ട്, കുട്ടിപ്പട്ടാളെന്ന് മാത്രം വിളിച്ചാൽ മതിയിട്ടാണ്. അപ്പോൾ അത്രയും കെയറിങ് നമ്മളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ പറയാറുണ്ട്, പശുവിനെ വളർത്താത്തതിൻ്റെ കാരണം നമ്മളോട് കുറേ പേര് പറയാറുണ്ട്, നിങ്ങൾക്ക് പശുവിനെ വളർത്തൂടെ ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേന്ന്. പക്ഷേ അന്ന് ഞാൻ പറയാറുണ്ട്, നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകണവരാണ്, 4 ദിവസമൊക്കെ നീക്കി നിൽക്കണവരാണ്. അപ്പോൾ പശുവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പശുവിനെ വളർത്താണ്ടിരുന്നത്. അപ്പോൾ അത്രയും യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇപ്പം ഞങ്ങളുടെ ലോകം. കാരണം വേറെ ഒന്നിനും ചിന്തിക്കണില്ല. നമുക്ക് എത്ര സങ്കടങ്ങളുണ്ട്, നമുക്ക് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അവരേലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് മാറി. നമ്മൾ പിന്നെ പെട്ടെന്ന് വേറെ ആളായി. കാരണം അത്രയും അതായത് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുക അതേപോലെയാണ് ഇവർ. അതേ സ്വഭാവമാണ് കാണിക്കുക. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത്, പക്ഷേ ആക്ഷനിൽ കൂടി ഒക്കെ അവരുടെ ഓരോ നോട്ടം പോലും ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഞങ്ങളുടെ നോട്ടങ്ങൾ അവർക്കും വായിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്കൊക്കെ ഇതാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ യാത്രകൾ നമ്മൾ പോവായിരിക്കും. കാരണം മക്കൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യണ കാരണം നമുക്ക് യാത്രകളൊക്കെ പോവാം. പക്ഷേ ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഇപ്പം ഇവരാണ്. അപ്പോൾ അതായത് മക്കളായ പോലെയാണ് ഞങ്ങൾക്കിപ്പോൾ അവർ. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവരില്ലെങ്കിൽ ഞങ്ങളില്ല. അങ്ങനെയായി ഇപ്പം ഞങ്ങൾ. എന്താ പറയുക, ഇപ്പം നോക്കി അവർ കിടന്നുറങ്ങണ തന്നെ കണ്ടാലേ എല്ലാവരും കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ റെഡിയാണ്. അത്രയും നമുക്ക് സഹകരിക്കും. ഇതേ കല്യാണിക്കുട്ടി മാത്രം ഉറങ്ങാത്തുള്ളൂ. അവൾ പിന്നെ ഇത്തിരി കുട്ടിക്കുറുമ്പിയാണല്ലോ അല്ല കല്യാണിക്കുട്ടിയെ. ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ആങ്ങളമാരൊക്കെ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും സുഖമായി കിടക്കുക. അപ്പം അത്രയും എന്താ പറയുക, അത്രയും നമ്മുടെ അടുത്ത് അവരെ ഇത്രയും സഹകരിക്കാൻ അവർ പഠിച്ചു നമ്മുടെ അടുത്ത്. ഞങ്ങൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോട് പെരുമാറുന്ന പോലെയായിട്ട് പെരുമാറുക. അതുകൊണ്ടായിരിക്കാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വികൃതികളൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു വഴക്കും. എത്ര പേര് ഒരുമിച്ചല്ലേ. അപ്പോൾ അവർക്ക് ഇത്രയും ഈ 7 പേർക്ക് ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തില്ലെങ്കിലോ, ഭാര്യ കണ്ടു അതിന് കുറയ്ക്കണേ, ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ ഒതുങ്ങി പോണ പോലെ ആവില്ലേ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ പൊന്നാ മെസ്സിക്കുട്ടാ റോട്ടിൽ കൂടെ എന്തൊരു വണ്ടി പോയിട്ടുണ്ട്. അതാ എന്തോ ദൈവനിശ്ചയമാണ് ഇവർ നമ്മുടെ അടുത്തേക്ക് വരണം എന്നുള്ളതും നമുക്കിങ്ങനെ ഇവരായിട്ട് ഇങ്ങനെ എന്താ പറയുക മക്കളെ പോലെ അവരെ നോക്കണം എന്നുള്ളതൊക്കെ ഒരു ദൈവനിശ്ചയമായിരിക്കും. ഇപ്പോൾ പക്ഷേ ഞങ്ങൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം ഞങ്ങളുടെ ജീവിതം. ശരിക്കും അവരില്ലാണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയായി. അവർക്ക് നമ്മളില്ലാണ്ടും പറ്റില്ല, നമുക്ക് അവരില്ലാണ്ടും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം സൗകര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് ആർക്കും അതൊരു ആർഭാടമായിട്ട് ഒരിക്കലും തോന്നരുത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്ര പേർക്ക് നമ്മൾ ഈ ഒരു സൗകര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ട്. എന്നിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പാവങ്ങൾ 7 പേര് എത്ര നേരം ഇങ്ങനെ മുഖത്തോടെ മുഖം നോക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റും. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സുകൾ നിൽക്കുന്ന സ്ഥലമാണ്, വൃക്ഷങ്ങളാണ് ഫുള്ള്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും പറയുകയാണ്, ആർക്കും ഇതൊരു ആർഭാടമായിട്ടൊന്നും തോന്നരുത്. വെയിൽ വന്നു തുടങ്ങിയതിൻ്റെ മുഖത്തേക്ക് കുട്ടിപ്പട്ടാളങ്ങൾ ആരോ കണ്ടത് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. ഞാനേ നമ്മുടെ ഈ പറമ്പിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതാ നെറ്റും എന്താ പറയുക കെട്ടാനുള്ള ചിരടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും മുന്നേ ഞാനൊരു കാര്യം കാട്ടിത്തരാം കേട്ടോ. ഷായേട്ടൻ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യേണ്ട എനിക്ക് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഷായേട്ടൻ്റെ ഒരു പണി ചെയ്യാൻ വിചാരിച്ച പണി ഞാൻ നിർത്തിയിട്ടാണ് ഷായേട്ടോട് പറഞ്ഞ് നിർത്തിയിരിക്കുക. അപ്പോൾ അത് കാട്ടിത്തരാൻ എന്നിട്ടാന്നുള്ളത്.
ഇവിടെ ഇരിക്കട്ടെ. അതായത് ഈ ഒരു സ്ഥലം കേട്ടോ, ഇത് കിടക്കണമെന്നുണ്ടെങ്കിൽ മരുഭൂമി കിടക്കണ പോലെയാണ് കിടക്കണേ. നമ്മൾ ചേനയ്ക്ക് നട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ ഷായേട്ടൻ എന്താ പറയുക കൊത്തി കളയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴേലും മണ്ണ് കൊത്തി കളച്ചു അതിന് ശേഷമൊക്കെയല്ലേ കാണിക്കാറ് ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം നമ്മളത് കൊത്തി കളയ്ക്കുന്നതും പിന്നെ എന്തൊക്കെയാണ് നമ്മളതിൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാട്ടെ ഞാൻ. അപ്പോൾ എന്താ പറയുക കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും കൊത്താൻ പറ്റില്ല. ആദ്യം ഇവിടെ ഒന്ന് മോട്ടർ വെച്ച് നനയ്ക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയുക ഷായേട്ടൻ കൊത്തി കളയ്ക്കണേക്കാളും മുന്നേ ഞാനൊന്ന് കാണിക്കട്ടെ നമ്മളിങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇതേപോലെ കൊത്തി കളച്ച് എടുക്കണേന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു മണ്ണിങ്ങനെ കൂടി കിടക്കണ പോലെയുണ്ട്. അതൊക്കെ നമ്മൾ ചേന വെച്ചിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് മെയിനായിട്ട് ചേനയായിരുന്നു. അപ്പോൾ ഈ ചേന പറിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗമുണ്ട്, ഇപ്പോൾ പറിക്കണില്ല. ആ ഗ്യാപ്പുകളിൽ നമ്മൾ കൊത്തി കളച്ച് എന്തെങ്കിലുമൊക്കെ തൈകൾ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് എടുക്കുന്നത്. ഈ ഒരു പൊന്തി കിടക്കണ ഈ ഒരു ഭാഗത്തേക്കാണ് ചേന. മനസ്സിലാവില്ല പെട്ടെന്ന്, നമുക്ക് ക്യാമറയിൽ കാണണമെന്ന് അറിയില്ല. ഇതൊക്കെ ചേന നിന്നിരുന്ന സ്ഥലമാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം നമ്മളതിലിങ്ങനെ കണ്ടത്. ശേഷമായിട്ട് ചവറിങ്ങനെ അടിച്ചു കൂട്ടി കൊടുത്ത് അറിയാം ചേന വെക്കണ ഭാഗം. നല്ല ഭംഗിയായിരുന്നു ചേനയ്ക്ക് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ശേഷമായിട്ട് ആ സമയത്ത് ഇത് പറിക്കാനുള്ളതാ. ഞാൻ ഇത് കഴിഞ്ഞിട്ടൊക്കെ ആവാം നമുക്ക്. ഇത് പിന്നെ ഇവിടെ നിന്നോടത് മെയിനായിട്ട് തക്കാളി ഇരുന്നത് കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ നമ്മുടെ തക്കാളി സ്ഥലം തക്കാളി പൊട്ടിച്ച് നോക്കണത് ഇവിടെ വരെ തക്കാളി ആയിരുന്നു. അപ്പൊ നമ്മുടെ നോക്കിയേ പേരിക്കുട്ടി ഇത് എവിടെ കിടക്കുന്നുണ്ട്. 50 ദിവസം വന്നിട്ടുള്ള ടൈസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വരുന്നത്. അപ്പോൾ അത്ര നിസ്സാരമല്ല കേട്ടാ. നമ്മൾ ഈ ഓരോ ഭാഗമൊക്കെ ഇഷ്ടമായിട്ട് ഇങ്ങനെ ഒത്തിക്കളച്ച് ഇത് മണ്ണിളക്കി എടുക്കണമെന്ന് പറയണത്. ഇത് ശരിക്കും നനച്ചിട്ട് തന്നെ വേണം. നോക്കിയപ്പോ അങ്ങനെയാവുള്ളോ, താഴില്ല, പിക്കാസ് തന്നെ വേണം ഇവിടെ ആക്കണമെങ്കിൽ. ഞാനേ ഷായിട്ട് ഇങ്ങനെ എന്താ പറയുക കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ചെത്തി കൂട്ടുന്നതുണ്ടല്ലോ, നല്ല ചവറും ഇത്തിരി മണ്ണൊക്കെ കൂടിയതാണ്. അത് നമ്മുടെ മുളകിൻ്റെ കടക്കിലേക്ക് ഇടാം. ഉണങ്ങി കിടക്കുന്ന കാരണം ബക്കറ്റ് നിറച്ചതിന് വെയിറ്റ് ഉണ്ടാവില്ല കേട്ടാ. Ambil sudah. Oh. ചൂടുണ്ട് അടിച്ചു വാരി എടുത്താലും മതിയായിരുന്നു അല്ലേ ചേട്ടാ? ചൂടെടുക്കാൻ പോണ്ടേ. നമ്മളെ കുക്കമ്പറിന് ആദ്യമായിട്ടാ നമ്മളെന്നും പന്തലൊക്കെ അല്ലേ ഇട്ട് കൊടുക്കാറ്. ഈ പ്രാവശ്യം നമുക്ക് പന്തലിടുമ്പോൾ കുറേ സ്ഥലം പോണ പോലെ. അപ്പോൾ ഇതേപോലെ നെറ്റ് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് കയറ്റി നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത്തിരി മോശം നെറ്റാണിത്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അവിടെ ഇവിടേക്ക് കീറിയിട്ടുണ്ട്. നമ്മുടെ കൊപ്പറക്കൊക്കെ ഉണക്കാനായിട്ടേ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. കണ്ടോ കീറിയിട്ടുള്ള നെറ്റാ. അത് പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വലിയല്ലോ. അപ്പം അതനുസരിച്ചൊക്കെ കെട്ടാമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. കൂട്ടി വലിച്ച് കഴിഞ്ഞാലൊക്കെ കെട്ടാം നമുക്ക്. ഇവിടെ ഇതിൽ മോൾ വശം നന്നായിട്ട് ഉയർത്തിയേക്കട്ടെ. നമ്മുടെ വീടിൻ്റെ അവിടേക്കായിട്ട് പെരുന്നാളുകളുണ്ട്. അതിൻ്റെ പടക്കം പൊട്ടണ സൗണ്ട്
കുട്ടിപ്പട്ടാളങ്ങൾക്ക് പിന്നെ പടക്കൊന്നും കേട്ടാൽ ആദ്യം കൊച്ചിൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കുട്ടിപ്പട്ടാളങ്ങൾക്ക്. ഇപ്പോൾ പക്ഷെ അവർക്ക് പടക്കൊന്നും കേട്ടാൽ അങ്ങനെ പേടിയൊന്നുമില്ല. പേടിക്കണ്ട കേട്ടാ, പേടിക്കണ്ട കേട്ടോ. എൻ്റെ മോൾക്കിടെ പേടി, മക്കൾക്കാണെങ്കിൽ ഒരു പേടിയുമില്ല. അവർ രാജാക്കന്മാരെ പോലെ ഇരിക്കുക. ഇങ്ങനെ പേടിച്ചിരുന്നോ പറക്കും പൊട്ടിക്കുമ്പോഴേക്കും. പടക്കം പൊട്ടുമ്പോൾ പേടി ആയിരിക്കാന്നറിയാം. നമ്മുടെ പേളിക്കുട്ടിക്കില്ല, പേളിക്കുട്ടി ഇത് അടുത്ത് വന്ന് ഇവിടെ വന്ന് കിടക്കുക. ഭയങ്കര പേടി അവൾക്ക്. മനസ്സിൽ ഇതുമിക്ക് പടർന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗി മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ആയാ മതിയായിരുന്നു. നോക്കിയേ, കീറി മുറിഞ്ഞൊരു വലയായിരുന്നു. പക്ഷേ കണ്ടോ, ഇങ്ങനെയൊക്കെ കെട്ടാനായിട്ട് ഇതായാലും മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോർത്തൊരു കണക്കിന് ഇതാ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഈ കുക്കമ്പർ വൈറ്റ് സ്നോ കുക്കമ്പറാണ്. നമുക്കറിയാം നന്നായിട്ട് നമുക്ക് ഉണ്ടായി കിട്ടാറുണ്ട്. ഇതിൻ്റെ കടക്കിൽ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അറിയാം. ദേ അടിയിൽ തന്നെ വരുന്നത് കായകളായിട്ടാണ് വരിക. അത് ഓരോ കടയിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളേ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വാഴവള്ളിയില്ലേ, വാഴവള്ളി കൊണ്ട് പതുക്കെ ചെറുതായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവരെ തണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് തണ്ട, മുറിയാൻ പാടില്ല. ഒന്ന് താഴെ വീഴരുത് എന്നുള്ള രീതിയിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഇത്തിരി വലുതായിട്ടുള്ളതിൻ്റെ നമുക്കിങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് കേട്ടോ. ഞാൻ എടുത്തിട്ട് വരട്ടെ നമ്മുടെ വാഴവള്ളി. ചെറുതായിട്ട് ഒരു പിടുത്തം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്തിരി വലുതായ കാരണം ചിലപ്പോൾ ഇങ്ങോട്ട് താഴേക്ക് വീഴും. അപ്പോൾ ഇത് അഴച്ചിട്ടായിട്ട് ഞാൻ കെട്ടണത്. ഇനി ഇതുമ്മക്ക് വേഗം കയറി പിടിച്ചോളൂ അവർ. അപ്പം ഇതേപോലെ എല്ലാതും ചെയ്യണ്ടേ. ഇപ്പം എല്ലാ കടേരും പോയിട്ടാ, എല്ലാ കടേരും നോക്കി കഴിഞ്ഞാൽ അറിയാം. കണ്ടോ വരുന്നിട്ടുള്ളത് ദേ അതേപോലെ. ഇതിപ്പോൾ ഇത്തിരി നീണ്ടുപോയി എന്തായാലും കണ്ടോ എന്തായി വരുന്നത്. അങ്ങനെ എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെ. ഇതൊക്കെ ഇത്തിരി വലുതായി കണ്ട. പിന്നെ നമ്മുടെ ഈ കുക്കമ്പറിൻ്റെ അടിയിലത്തെ ഇലകൾ നുള്ളികളേട്ടാ. പെട്ടെന്ന് ഇലകൾ അടിയിൽ മുട്ടി നിൽക്കുമ്പോഴാണ് ഫംഗസുകൾ പെട്ടെന്ന് വരെ കയറി പിടിക്കുക. അപ്പോൾ അതൊന്ന് നമുക്ക് കളയാം. ഇപ്പം കെട്ടി കഴിഞ്ഞു. ഇനി അടിയിലത്തെ ഇലകൾ മാത്രം, മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഇലകളായിട്ട് നമ്മൾ വെട്ടി കളയണേ. അപ്പോൾ നമ്മുടെ ഈ നെറ്റ് കെട്ടലും ഇത് കയറ്റലും ഒക്കെ കഴിഞ്ഞു കേട്ടാ. ഇനി ഇതിലാണെങ്കിൽ ഷൈഡും കളച്ചോടത്ത് കുറച്ച് കുമ്മായി ഇടണം. ഒരു ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ചെത്തി ഇട്ടിട്ടുണ്ട് ഷൈഡ്. ഇത് നമ്മുടെ വല്ല വാഴയുടെ കടക്കിലേക്ക് ഇടാൻ നല്ലതാണല്ലോ. ഞാനേ നമുക്ക് കുമ്മായി ഇടുന്നേക്കാളും മുന്നേ നോക്കിയ ഷൈഡും കണ്ട ഈ ഭാഗം നോക്കിയേ. ഞാൻ മുന്നേ കാട്ടി തരുമ്പോൾ എങ്ങനെയാണ് കിടന്നിരുന്നേ കണ്ട. നല്ല വൃത്തിയായി. ഇനി ഇതാണ് ഷൈഡ് കൊത്തിളൊക്കെ ആയിട്ടാ. പിന്നെ ഇവിടെ കുറച്ചും കൂടി എന്താ പറയുക ഷൈഡും കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളകിൻ്റെ കടക്കിലേക്ക് ഇടാനുള്ള മണ്ണും ചവറൊക്കെ അതുകൊണ്ട് ഇടണം. നല്ല വൃത്തിയായി ഇവിടെ. അപ്പോൾ ഷൈഡ് വേറെ കുറച്ച് സ്ഥലത്ത് ഇതേപോലെ മണ്ണൊക്കെ കൊത്തി ഇളക്കി ഇട്ടിട്ടുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ കുമ്മായി ഇട്ട് കൊടുക്കണേ. ഇതാ ഇതൊക്കെ കണ്ടോ കൊത്തി ഇളക്കി ഇട്ടിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ വെറുതെ കുമ്മായി വതിരി പോവുള്ളൂ ഷൈഡും. പിന്നെ അത് എന്താ പറയുക ആവശ്യത്തിന് കൊത്തി ഇളക്കി ചെയ്യാം. ഷൈഡ് ഇത്ര ഇട്ടാൽ മതി അല്ലേ? നോക്കിയേ ഇത്ര പോലെ മതി. ഞാൻ കൊത്തി ഇളക്കിയാണ്ട് ഈ ചാണപ്പൊടി ഉണ്ടോ അപ്പം ഇതില്?
ഇട്ടോ ഇട്ടോ കേട്ടോ. അപ്പൊ ആ 2 കഷ്ണത്തിനും കൂടി ഇടാം അല്ലേ ചേട്ടാ? അവിടെ ഇട്ടോ, കൊത്തിയിളക്കി അവിടത്തേക്ക് ഇട്ടോ. ആ ഇല്ലാത്തോടത്ത് ഇട്ട് പോക്കോ, ആ ഫുള്ള് വെതറിയിട്ട് പോക്കോ. ആ അതേപോലെ കിടന്നിരുന്ന സ്ഥലമായിട്ട് അതേപോലെ കൊത്തിളക്കി വേണം. നല്ല ബുദ്ധിമുട്ടുണ്ട് ഷായട്ടിൻ്റെ പണിക്ക്. എൻ്റെ ജോലിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കുറവ്. കുറച്ചും കൂടി എടുക്കട്ടെ. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ചാണപ്പൊടി അതേപോലെ എല്ലുപൊടി എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പം നമ്മൾ ചാണപ്പൊടി ഈ കുമ്മായം മാത്രം ഇട്ടിട്ടാണ് ഇപ്പം നമ്മൾ കൊത്തിളക്കുള്ളൂ. ഷായിട്ടെ ചാണപ്പൊടി എടുക്കട്ടെ. കേടായി ഉണങ്ങിയിട്ട് അത്യാവശ്യം നല്ല പൊടിയായിട്ട് തന്നെയാണ് ഇരിക്കണേ. ഒന്ന് നമ്മൾ കൈക്കോട്ട് കൊണ്ട് ഒന്നിങ്ങനെ തട്ടി കൊടുക്കാൻ വേണ്ട കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒരു ബക്കറ്റ് ചാണപ്പൊടി ഇട്ടു. ഇനി അതേപോലെ തന്നെ അങ്ങനെയും ചെയ്യും. എന്നിട്ടൊന്ന് കൊത്തിളക്കി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നട്ടു കൊടുക്കുള്ളൂ. എന്ത് നടായാലും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. എനിക്ക് ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ ചെയ്യട്ടെ. നമ്മുടെ പയറിന് കുത്തി കൊടുക്കാറായിട്ടുണ്ട്. പയറൊക്കെ നട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുക വലുതാവണവരാണ് പയർ. അതേപോലെ പയർ പെട്ടെന്ന് പൊട്ടിക്കാനും കിട്ടും. നമ്മുടെ അണ്ണാമാരൊക്കെ സഹായിച്ചാൽ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് പയർ പൊട്ടിക്കാൻ കിട്ടണം. എന്താണെന്ന് അറിയില്ല, നമ്മൾ ചെയ്യണ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് എന്താ പറയുക, എല്ലാ വർഷവും അതെ അണ്ണാമാർ വന്നിട്ട് തിന്നിട്ട് നമുക്ക് പകുതിയോളം കിട്ടാറുള്ളൂ. നമ്മളാണെങ്കിൽ ഞാൻ പറയാമല്ലോ, നമ്മൾ പഴയ്ക്കും പറമ്പിൽ പപ്പായ അതൊക്കെ കൊടുക്കുവർക്ക്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ പയറിന്. അവരവരെ പണി തുടരും. വീട്ടിലേ നല്ല കുത്തുകിടക്കാൻ പറ്റിയ വടികളുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്തിട്ട് വരണമെന്ന് വെച്ചാൽ വിട്ടുപോയി. തൽക്കാലം ഇതായാലും മതി. നമ്മുടെ കൊള്ളിത്തൊരയ്ക്ക് ഇതിന് മുകളിൽ ഇരുന്നിട്ടേ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അത് കാരണം കുത്തുമ്പോൾ എങ്ങനെയാണ് അവ ബലം. ഇതൊക്കെ രണ്ടെണ്ണാക്കി ആക്കാം. രണ്ടാ ചവിട്ടുമ്പോഴേക്ക് ഓടിയാ. ഇനി നമ്മുടെ എന്താ പറയുക, ഈ കപ്പലണ്ടി തടത്തിൽ വേണ്ട നിറച്ച് ചീരകളാണ് മുളച്ച് നോക്കുന്നത്. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരു കപ്പലണ്ടി തടത്തിലത്തെ കുറച്ച് ചീരയും പുല്ലൊക്കെ വലിച്ച് കളയുന്നത് കാട്ടി. അത് ഈ ഒരു തടത്തിലത്തെയായിരുന്നു.
ഇതൊരു കപ്പലണ്ടി തടാണ്. ഇതിലത്തെ പുല്ലൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വലിക്കുന്നത് കാണിച്ചത്. അപ്പോൾ ഇതിൽ പുല്ല് വലിക്കുമ്പോൾ ഞാൻ കുറച്ച് ചീരക്കടകൾ നിർത്തി. കാരണം നമുക്ക് കുറച്ച് അവിടെ നടണം. അപ്പോൾ ആദ്യം അവിടുത്തെ ചീരക്കട വലിച്ചിട്ട് നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ തടത്തിൽ നിന്ന് വലിക്കും, അല്ലെങ്കിൽ ഇത് വലിച്ച് കളയാട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. അതിൽ കുറേ നല്ല തൈകളുണ്ട്. ഇതേപോലെ മണ്ണടക്കാണ് നമ്മൾ പറിച്ച് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിൽ വാടാണ്ട് അതേപോലെ തന്നെ നിന്നോളൂ. കണ്ടോ, തന്നെ മുളയ്ക്കുന്ന ചീരത്തൈകളില്ലേ, അവിടെ നിർത്തണമെങ്കിൽ നല്ല ഭംഗിയവരായിരിക്കും കാണാൻ. കണ്ടോ. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ ഇതേപോലെ നമുക്ക് അറ്റം വരെ ചീര നട്ടു കൊടുക്കാനാണ് സ്ഥലം ശരിയാക്കി തന്നിട്ടായിട്ട്. അതിൽ ഇന്നലെ ഇതേ ഒരു 5-6 വരി ഇന്നലെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നട്ടു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടണ്ടോ. ചെറിയൊരു ഒഴിവ് കിട്ടുന്ന സമയത്തേ കിട്ടിയപ്പോൾ വേഗം വന്ന് നട്ടത് അത്. ചേട്ടാ ഇനി മതി നോക്കി. നമ്മുടെ ചാമ്പക്കായ ഇതിനാ. നമ്മുടെ ഈ ചാമ്പേമേ പറയാൻ മാത്രം കൊല കുത്തിണ്ടാവണില്ലേ. സാധാരണ ഇങ്ങനത്തെ ചാമ്പ എൻ്റെ വീട്ടിലൊക്കെ ചെറുതിൽ ഒരു ചാമ്പയുണ്ട്. ഇതേപോലത്തെ അല്ലായിരുന്നേ, ഒരു വേറൊരു കളർ. ഇത് ഫുൾ നല്ല റെഡ് അല്ലേ. ആ വീട്ടിലത്തെ ചാമ്പേമ്മക്ക് എന്തോരം ചാമ്പക്കായ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം കൊറേ ഉണ്ടായിട്ടാ ഉണ്ടായി. പക്ഷെ ഈ വർഷം ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം. പക്ഷെ ഇത്രയ്ക്ക് ഒരു പാത്രം കിട്ടിയെന്ന്. ആ ശരിയാ, എനിക്ക് ഓർമ്മയില്ലാണ്ടേ. നമുക്ക് എല്ലാ സ്ഥലം നിറച്ച് കിട്ടിയിട്ടേ പറിച്ച് കിട്ടുമ്പോ തോന്നുക കുറവ്. പൊട്ടിക്കാം ഷേഡ്, നമുക്ക് എല്ലാം പൊട്ടിക്കാം. നിർത്തണ്ട ഇനി കൊല്ലടക്കം പറ്റണില്ല. എന്ത് വയ്ക്കല്ലേ. ഇതിനേലും ശരിക്കും നല്ല കളർ വരും. ഒന്നും കൂടി ഡാർക്ക് ആയിട്ട് വരും. അതെ, നല്ല ഡാർക്ക് മെറൂൺ കളർ പോലെ വരും. അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടായി ചാമ്പക്കായ. ഇത് ശരിക്കും ആവണല്ലോട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാത്രം കിട്ടിയ ഓർമ്മയില്ല എനിക്ക്. പാവൻ ചാമ്പയാണ്, ഞാൻ കുറ്റം പറഞ്ഞു ഇല്ലാട്ടാ. ഇതൊരു കൊല കിട്ടി. എന്താ ഭംഗി. അത് ഇതിനെല്ലാം റെഡ് ആവട്ടോ, നല്ല ഡാർക്ക് ആവും ശരിക്കും. ഇതും രുചി പറയാനാണോ നോക്കിയേ. നല്ല രസമാട്ടോ ശരിക്കും. ഇത് നല്ല ദാഹമുള്ള സമയമാണ്. അപ്പോൾ എന്താ പറയുക, കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നുണ്ട്. ഒരു കൊല്ലം അവസാനിപ്പിച്ചു. ഇതൊക്കെ പിന്നെ പൊട്ടിക്കാം. നമുക്ക് പോവാല്ലേ. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പേളിക്കുട്ടി അവിടെ എടുക്കാൻ വിളിച്ചേൽപ്പിച്ചിട്ടാണ് പോകണമെങ്കിൽ. നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനായിട്ട് ഇതാ ഒരു വാഴയുടെ കന്ന്, മോശം കന്നാണ്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയിട്ടാണ്. വായ പേളിക്കുട്ടിയേ, അബ്രോസേ വാടാ, വായ ഓടി വാ, പോവാ വാ.